السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന വ്രതാനുഷ്ഠാനവും മറ്റു അമലുസ്സാലിഹാത്തുകളുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ധാരാളം അവസരങ്ങളുള്ള ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരങ്ങൾ എപ്പോഴും നിലനിൽക്കണമെന്നില്ല. ഏത് സമയത്തും നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകാം. കാരണം നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഇപ്പോൾ റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും വളരെ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പലതും നേടാൻ സാധിച്ചു. ചില ആളുകൾക്ക് ഒന്നും നേടാൻ കഴിയാത്ത ആളുകളുണ്ട്. ചിലർ ഈ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ തൻ്റെ പഴയ ജീവിതത്തിലൂടെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇതിലേതിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഓരോ ദിവസം പിന്നിടുമ്പോഴും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമായി കൊണ്ടു നൽകും. ഒരു പ്രവർത്തനം ചെയ്താൽ തന്നെ അതിന് 10 മടങ്ങ് പ്രതിഫലമാണ് പരിശുദ്ധ ഇസ്ലാം ഓഫർ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണങ്ങളായി നമ്മളിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കും. നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ, അതിലിപ്പോൾ ജമാഅത്ത് നമസ്കാരം, 5 വക്ത് ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഇശാഇൻ്റെ ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം. സുബഹിയിലെ ജമാഅത്തിൽ നമ്മൾ നിന്ന് ജമാഅത്തായി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളുമായി കൊണ്ട് കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇഷ്റാഖ് നമസ്കാരവും നിർവഹിച്ച് അവിടുന്ന് പിരിഞ്ഞു പോരുമ്പോൾ പൂർണ്ണമായി ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം. സമൂഹത്തിലൊരു കുഴപ്പമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി. രണ്ട് ആളുകൾക്കിടയിൽ, രണ്ട് കുടുംബങ്ങൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ
എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങി സുൽഹുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരത്തിനേക്കാൾ, നോമ്പിനേക്കാൾ, സ്വതക്കയേക്കാൾ പ്രതിഫലം കിട്ടുകയാണ് ആ ഒരു സുൽഹിൽ നമ്മൾ ഏർപ്പെട്ടത് കാരണത്താൽ. ഇങ്ങനെ ഇസ്ലാം നൽകുന്ന ഓഫറുകൾ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. പൂർവ്വ സമുദായങ്ങൾക്കെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒരുപാട് കാലം ഈ ഭൂമി ലോകത്ത് ജീവിച്ച ആളുകളാണ്, 1000 വർഷമൊക്കെ ജീവിച്ച ആളുകളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60നും 70നും ഇടക്ക് അവസാനിക്കുന്ന ഒരു കാലയളവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ ആ സമുദായത്തിലുള്ള ആളുകൾ ചെയ്ത സൽപ്രവർത്തനത്തിന് ഈ ആയുഷ്കാലത്തിനിടക്ക് നമുക്ക് നേടിയെടുക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിൽപ്പെട്ട ഒരു അവസരമാണ് പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ഒരുപാട് റമദാനുകൾക്ക് സാക്ഷികളായിട്ടുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ നമ്മളെല്ലാവരും. എത്ര ലൈലത്തുൽ ഖദ്റുകൾ നമുക്ക് കിട്ടി? 10ഉം 60ഉം വർഷത്തോളം ഈ ഭൂമി ലോകത്ത് ജീവിച്ച ആളുകളുണ്ട്. 10-50 വർഷത്തോളം ഈ ഭൂമി ലോകത്ത് ജീവിച്ചവരുണ്ട്. എത്രത്തോളം ലൈലത്തുൽ ഖദ്ർ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു എന്ന ഒരു ആലോചന നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെയധികം സങ്കടകരമായിരിക്കും നമ്മുടെ ചിന്താഗതിയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വർഷത്തിൽ നമുക്ക് ആ രാത്രി നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, അഥവാ അതിൻ്റെ മുമ്പ് നമ്മൾ മരണപ്പെടുന്നില്ല എങ്കിൽ, അള്ളാഹുവെ ഞാനത് കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുമെന്ന ഒരു ഉറച്ച തീരുമാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. കാരണം മഹാനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത റമദാൻ സമാഗതമാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുവിശേഷം അറിയിക്കാറുണ്ടല്ലോ. ആ സുവിശേഷം നൽകിയ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത എന്താണ്? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാവാണത്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ആർക്കാണോ ആ നന്മകൾ തടയപ്പെട്ടത് അവൻ ഏറ്റവും വലിയ ഹതഭാഗ്യവാനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കാരണം ആ മാസം, ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഒന്നാലോചിച്ച് നോക്കുന്നത്, 1000 മാസം തുടർച്ചയായി ഇബാദത്ത് ചെയ്യാൻ നമ്മിൽ എത്ര പേർക്കാ സാധിക്കുക? 83 വർഷവും ചില്ലാനവും ഉണ്ടാവും. അത് തുടർച്ചയായ ഇബാദത്തുകളിൽ മുഴുകുന്ന ആ പ്രതിഫലമാണ് ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അത് നമ്മുടെ ആയുസ്സിനടക്കാവുമ്പോൾ എത്ര വർഷങ്ങളിലാണ് ലൈലത്തുൽ ഖദ്റുകൾ കിട്ടുക? അപ്പോൾ അത് എത്ര പ്രതിഫലം നമുക്ക് ലഭ്യമാകും? ഒരൊറ്റ രാവിൻ്റെ മഹത്വമാണെന്ത്? 83 വർഷം തുടർച്ചയായി ആരാധനാ കർമ്മങ്ങളിൽ നിരതരാകുന്ന പ്രതിഫലം. അത് ഒരു വർഷം ഉള്ള ലൈലത്തുൽ ഖദ്ർ. അപ്പൊ എത്രയോ വർഷം നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്ക് റമദാൻ കടന്നു വരുമ്പോൾ ആ ലൈലത്തുൽ ഖദ്ർ കിട്ടുമ്പോൾ എത്രമാത്രം പ്രതിഫലം കരസ്ഥമാക്കാനുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മളെങ്കിൽ സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ അവസരം എപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നക ലതറർ റജുല യംശി ഫിൽ അസ്വാഖി. ചില മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു, അവരങ്ങാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖദ് റുഫിഅ ഇസ്മുഹു ഫിൽ മൗത. എന്നാൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ ആരൊക്കെയാണോ മരിപ്പിക്കേണ്ടത് എന്ന ആ മരിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ ഈ മനുഷ്യന്റെ പേരുണ്ട്. അത് ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല.
ആ മനുഷ്യനത് അറിഞ്ഞിട്ടില്ല. അവൻ അങ്ങാടികളിലൂടെ നടക്കുന്നു, കല്യാണ സദസ്സുകളിൽ ആ മനുഷ്യനുണ്ട്, എല്ലായിടങ്ങളിലും ആ മനുഷ്യനുണ്ട്. എന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതിയ ആയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായിട്ടുള്ള രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടോ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ ദിവസത്തിലാണ് യുക്തിമത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് എന്നാണ്. ആരൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിക്കണം, ആരൊക്കെ ജനിക്കാനുണ്ട്, അതുപോലെ തന്നെ മരണപ്പെടാനുള്ള ആളുകളുടെ ലിസ്റ്റ്, ഓരോ മനുഷ്യന്റെയും റിസ്ക്, ഇങ്ങനെ ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് യുക്തിമത്തായ കാര്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസമാണേത് ലൈലത്തുൽ ഖദ്ർ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നല്ലൊരു നിയ്യത്താണ് നമുക്ക് ആവശ്യം. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 പ്രവേശിക്കുമ്പോൾ അവന് നിയ്യത്തുണ്ടാവണം. റമളാനിന്റെ അവസാനത്തെ 10 അള്ളാഹുവെ ജീവിക്കാൻ നാഥൻ എനിക്ക് അവസരം നൽകുകയാണ് എങ്കിൽ ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വളർന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ നിയ്യത്തുണ്ടായാൽ തന്നെ വലിയ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, അവന്റെ പ്രവർത്തനത്തെക്കാൾ ഉത്തമമാണ് അവന്റെ നിയ്യത്ത് എന്നാണ്. നിയ്യത്തുണ്ട്, അവനെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവന് ആ പ്രതിഫലം കിട്ടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞെന്താ, വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവന് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമുണ്ട് എന്നല്ല പറഞ്ഞത്, അവൻ ഉദ്ദേശിച്ചതിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ഈ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ നിരതമായി കൊണ്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു മാനസികമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ലഭ്യമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, ഇമാം അഹ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, അദ്ദേഹം തന്റെ മോന് നൽകുന്ന ഒരു വസിയത്തിൽ കാണാൻ സാധിക്കും, ഇൻവിൽ ഖൈറ ഫഇന്നക ലാ തസാലു ബിഖൈരി മാ നവൈതൽ ഖൈർ. ഇൻവിൽ ഖൈർ, നീ നന്മക്ക് വേണ്ടിയിട്ട് നീ നിയ്യത്ത് വെക്കണം. ഫഇന്നക ലാ തസാലു ബിഖൈരിൻ മാ നവൈതൽ ഖൈർ, ആ നിയ്യത്തുള്ള കാലത്തോളം നീ നന്മയിൽ തന്നെയാണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് തന്റെ മോനെ ഉപദേശിച്ചത് കാണാൻ സാധിക്കും. ആ ഒരു നിയ്യത്തുണ്ടായാൽ തന്നെ വലിയ പ്രതിഫലം കിട്ടുമെന്നാണ്. റസൂലുള്ളാഹിന്റെ ഹദീസും അങ്ങനെ തന്നെയാണല്ലോ. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത് തുമ്മ ബയ്യന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നാൽ ആ നന്മ ഫലം യഅമൽഹ, അവന് ചെയ്യാൻ സാധിച്ചില്ല, കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, റബ്ബിന്റെ അടുക്കൽ അതൊരു പരിപൂർണമായിട്ടുള്ള നന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്നാണ്. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, പക്ഷേ ചെയ്യാൻ സാധിച്ചില്ല, എന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായ നന്മയായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നു എന്നാണ്. ഒന്നാലോചിച്ച് നോക്കുങ്ങൾ, ഇതാണ് മനുഷ്യനൊരു നന്മക്ക് വേണ്ടി ഒരു നിയ്യത്ത് വെച്ചാൽ തന്നെ വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ കൂടെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി കൊണ്ട് ഞാൻ പ്രയോജനപ്പെടുത്തുമെന്നുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അതിൻ്റെ അർത്ഥം. ഖദ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് കണക്കാക്കുക എന്നർത്ഥമുണ്ട്, അളുമത്ത് മഹത്വം എന്ന അർത്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ അർത്ഥങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന ആ ഖദ്റിന്റെ രാത്രി എന്നുള്ളതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഖദ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണയത്തിന്റെ രാത്രി, എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്ന ഒരു രാത്രി. അതാണ് ആകത്തുക അതിനെ കുറിച്ച്
പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകതകൾ ധാരാളമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ ഒരാൾ നിന്ന് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പടച്ചോനെ, ജീവിതത്തിന്റെ കഴിഞ്ഞ കാല ഇന്നലകളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ആരും കാണാതെ ചെയ്തത്, ആരും അറിയാതെ ചെയ്തത്, സാമ്പത്തികമായി കൊണ്ടുള്ള പ്രതിസന്ധികൾ, പലിശയുമായി ബന്ധപ്പെട്ടത്, കുടുംബ ബന്ധത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ, കൂട്ടുകാർക്കിടയിൽ ഞാൻ സംസാരിച്ചപ്പോൾ മോശപ്പെട്ട സംസാരങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വന്നത്, ആരും അറിയാതെ ചെയ്തത്. ഒരുപക്ഷെ എൻ്റെ ഭാര്യയോടെങ്കിലും ഞാൻ ചെയ്ത കാര്യങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ അവൾ ഒരുപക്ഷെ എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും, അതല്ലെങ്കിൽ ചെരിപ്പൂരി എന്നെ അടിക്കും. ആ രൂപത്തിൽ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം പുറത്തു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിനുള്ള സുവർണമായിട്ടുള്ള അവസരം നാഥൻ നമ്മളെ മുന്നിലേക്ക് നൽകുകയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ വിജയം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദ്റിൽ ഒരാൾ നിന്ന് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവസാനം നമ്മൾ ഖേദിക്കേണ്ടി വരും. മരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒന്ന് മടക്കി തരൂ നാഥാ. എന്തിനാ? ഒരു അല്പസമയത്തേക്കൊന്നൊന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, എൻ്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത എല്ലാ സൽപ്രവർത്തനങ്ങളും ചെയ്യാൻ ഒരു സെക്കൻഡ് എന്നെ ഭൂമിയിലൊന്ന് അവശേഷിപ്പിക്കുമോ റബ്ബേ? ആ മനുഷ്യൻ പറയുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ഒന്ന് അവശേഷിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താ അറിയോ? അല്ലാഹുവേ, ഞാൻ സ്വതക്കകൾ ചെയ്തോളാം. ഇപ്പൊ പരിശുദ്ധ റമദാനാണല്ലോ. നിരന്തരമായി നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ സ്വതക്കകളും ദാനധർമ്മങ്ങളും നിർവഹിക്കാനുള്ള അവസരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു വല്ലാത്തൊരു വിഷമം. ആ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, ചില ആളുകൾ അങ്ങനെ പറഞ്ഞേ, ആ പള്ളിയിൽ പോയ 24 മണിക്കൂറും അവിടെ എല്ലാ വക്തിനും പിരിവാണ്. നമുക്കിഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതിയല്ലോ. എന്തിനാ നമ്മളത് പറയുന്നത്? ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അവൻ കെഞ്ചലാണ് എന്ത്? ഒന്ന് മടക്കി തരൂ റബ്ബേ. എന്തിനാ? ഞാൻ സ്വതക്കകൾ ചെയ്തു കൊള്ളാം. ഒന്നാമതായി പറയാൻ, റബ്ബ് നൽകിയ സമ്പത്തിൽ നിന്ന് ഞാൻ ചിലവഴിച്ചോളാം. അപ്പൊ അവസരങ്ങൾ സഹോദരങ്ങളെ നമ്മളെ കാത്തു നിൽക്കുകയില്ല. ഏത് സെക്കൻഡിലാണ് മരണം പിടിപെടുക എന്ന് പറയാൻ കഴിയില്ല. എന്നെടുത്ത് നോക്ക് നിങ്ങൾ, ഓരോ ദിവസവും പരിശുദ്ധ റമദാന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. അവരാരടി മണ്ണിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തറാവീഹ് നമസ്കാരത്തിന് ചേർന്ന് നിന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അവർ ആറടി മണ്ണിലാണ്. നാളെ നമ്മൾ ഉണ്ടാകുമോ? നമുക്ക് പറയാൻ കഴിയില്ല. ഈ റമദാൻ പൂർത്തീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ? നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ മക്കൾക്കൊക്കെ പുതിയ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ആ വസ്ത്രങ്ങൾ അണിയാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉണ്ടാകുമോ? പറയാൻ കഴിയില്ല. ഏത് സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കാൻ നമുക്ക് ഒരിക്കലും തന്നെ നിർവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, ഒരുപക്ഷെ നമ്മൾക്കെല്ലാവർക്കും മനപ്പാടമുള്ള വിശുദ്ധ ഖുർആനിലെ ആ സൂറത്തുൽ ഖദ്ർ നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫീ ലൈലത്തിൽ ഖദ്രി, ഖദ്റിന്റെ രാത്രിയിലാണ്. ഏതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത്?
അത് മറ്റൊന്നുമല്ല, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഹാന്റെ തുടക്കത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. നാം അതിനെ മുബാറകത്തായിട്ടുള്ള ഒരു രാത്രിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അഥവാ മാനവർക്ക് മാർഗദർശനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അവതീർണമായിട്ടുള്ള ആ സംഗതിയെ കുറിച്ചാണ് ആ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ അവതീർണമായി എന്നുള്ളത് തന്നെയാണ് ആ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഖുർആൻ അവതീർണമായി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻസലല്ലാഹുൽ ഖുർആന ജുംലത്തൻ വാഹിദ. അത് എങ്ങനെയാണ് അവതീർണമായത്? അൻസലല്ലാഹുൽ ഖുർആൻ, അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു, ജുംലത്തൻ വാഹിദത്തൻ മിനൽ ലൗഹിൽ മഹ്ഫൂദി ഇലാ ബൈത്തിൽ ഇസ്സത്തി മിനസ് സമാഇ ദുനിയ. ഖുർആൻ ലൈലത്തുൽ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ഒരു ജുംലയായിക്കൊണ്ട്, അഥവാ ഒറ്റയടിക്ക് അവതരിപ്പിച്ചു. എവിടേക്ക്? ബൈത്തുൽ ഇസ്സയിലേക്ക്, അഥവാ സമാ ദുന്യ, പിന്നെ ഏറ്റവും അടുത്തുള്ള ആകാശത്തിലേക്ക് ഒരുമിച്ച് അവതരിപ്പിച്ചു. എന്നിട്ട് ഘട്ടം ഘട്ടമായിക്കൊണ്ട് 23 വർഷത്തിനിടക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാഹചര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ്. എന്നാലോചിച്ച് നോക്കുങ്ങള്, ആ ഖുർആൻ അവതീർണമായി എന്നുള്ളത് തന്നെയാണ് ലൈലത്തുൽ ഖദറിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രത്യേകതകൾ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുമ്പോഴും ഇബ്നു അബ്ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഐ കസീറത്തുൽ ഖൈരി വബറകതി വഹിയ ലൈലത്തുൽ ഖദ്റുല്ലതി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ. അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? കസീറത്തുൽ ഖൈർ, ധാരാളം ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. വൽ ബറകതി, അനുഗ്രഹങ്ങൾ അവിടുന്ന് അങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു രാത്രിയാണത്. വഹിയ ലൈലത്തുൽ ഖദ്റില്ലതി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രി എന്നാണ്. അപ്പൊ അനുഗ്രഹീതമായിട്ടുള്ള രാത്രിയാണത്. ആ രാത്രിയെ കുറിച്ചാണ് സൂറത്ത് ഖദ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇനിയോ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. തനസ്സലുൽ മലായികതു, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. വറൂഹു ഫീഹാ, റൂഹും അതിൽ ഇറങ്ങുകയാണ്. അഥവാ മലക്ക് ജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അല്ലാഹുവിന്റെ മലക്കുകളും കൃത്യമായി കൊണ്ടിങ്ങനെ ഇറങ്ങുന്ന ഒരു രാത്രിയാണ്. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, എല്ലാ കൽപ്പനകളുമായി കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രത്തോളം മലക്കുകളുടെ എണ്ണം എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള ചരൽ കല്ലിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നതാണ്. ഇവിടെയുള്ള മണൽ തരിയേക്കാൾ അധികം മലക്കുകളായിരിക്കും ആ ദിവസത്തിൽ ഉണ്ടാവുക, ആ രാത്രിയിൽ ഉണ്ടാവുക എന്നാണ്. ഇറങ്ങിക്കൊണ്ടേയിരിക്കുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ട് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, അയ്യക്തുറു നുസൂലുഹും ഫീഹാ മിൻ കുല്ലി അംർ, മലക്കുകളും അഥവാ ജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ആ രാത്രിയിൽ ഇറങ്ങുന്നു. അതായത് ആ രാത്രി അവർ ധാരാളമായി കൊണ്ട് ഇറങ്ങും എന്നർത്ഥം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. യക്സുറു തനസ്സലുൽ മലായികതു ഫീ ഹാദിഹിൽ ലൈലത്തി ലികസ്റതി ബറകതിഹാ, ധാരാളം ബർക്കത്തുമായി കൊണ്ടാണ് മലക്കുകൾ അന്നേ രാത്രിയിൽ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നത്. വൽ മലായികതു യതനസ്സലൂന മാ തനസ്സലുൽ ബറകതി വറഹ്മ, കാരുണ്യം കൊണ്ടും ബർക്കത്ത് കൊണ്ടും അവർ ഇറങ്ങും. ഏതുപോലെ? കമാ യതനസ്സലൂന ഇൻദ തിലാവത്തിൽ ഖുർആൻ, ഒരാൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുമല്ലോ, അതുപോലെ ആ രാത്രിയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്നു എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. അവർ ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യാം. വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ നടത്തുന്ന പ്രാർത്ഥന, അതിന് നമ്മൾ അർഹരാവണം. ആ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അർഹരാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ യോഗ്യത നമുക്കുണ്ടാവണം.
ഇഹ്തിസാബോടുകൂടെ ഈമാനോടുകൂടെ ആയിരിക്കണം പരിശുദ്ധ റമദാനിലെ ഓരോ വൃതാനുഷ്ഠാനവും. പരിശുദ്ധ റമദാനിലെ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം മാത്രമല്ല, അദ്കാറുകൾ, ആ റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന അദ്കാറുകൾ എല്ലാം പ്രതിഫലേച്ഛയോടുകൂടെ ആയിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് അതിന് നമ്മൾ യോഗ്യരായി തീരുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ രാത്രിയുടെ പ്രത്യേകത, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, നേരത്തെ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ ഒരു രാത്രിയിലാണ് എല്ലാ യുക്തിമത്തായിട്ടുള്ള കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഫീ തിൽക്കൽ ലൈലത്തിൽ ഫാളില, ആ മഹത്വപൂർണമായിട്ടുള്ള രാത്രിയിൽ, അല്ലത്തി നസല ഫീഹൽ ഖുർആൻ, ഖുർആൻ അവതീർണമായിട്ടുള്ള ആ രാത്രിയിൽ, യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ യുക്തിമത്തായിട്ടുള്ള കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നു. യുഫസ്സിലു വയുമയ്യിസു വയുക്തബു കുല്ലു ഇംറിഇൻ ഖദരിയ്യുൻ വശർഇയ്യുൻ ഹക്കമല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എത്രത്തോളം ഒരു മനുഷ്യന്റെ റിസ്ക് എത്രയാണ്, ഈ വർഷത്തിൽ ഈ മനുഷ്യന് എത്ര റിസ്ക് ഉണ്ടാവണം, അത് കണക്കാക്കി മലക്കുകളെ ഏൽപ്പിച്ച് വിടുകയാണ്. ആരൊക്കെ മരിക്കണം, മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ട് ആ മലക്കുകൾ വരികയാണ്. ആരൊക്കെ ജനിക്കാനുണ്ട്, ഒക്കെ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്ന ഒരു രാത്രിയാണത് എന്ന് പണ്ഡിതന്മാർ അതിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാവണം. ഇപ്പോൾ ഇക്കുന്ന നമ്മളിൽ എത്ര പേരുടെ മരണത്തിൻ്റെ പേരുകൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തരൊക്കെ അങ്ങനെ മരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും, കഴിഞ്ഞ റമദാൻ്റെ ആ ക്ലാസ്സിന് അദ്ദേഹം അവിടെ ചാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, പറയും നമ്മളെക്കുറിച്ച്. നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് എങ്കിൽ, നമ്മൾ മരണപ്പെട്ടാലും നമ്മളെ സ്മരിക്കാൻ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളുണ്ടാകും. ആ മനുഷ്യൻ നന്മയുടെ മുന്നിൽ നിന്ന മനുഷ്യനാണ്. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് കേട്ടാൽ അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ആ ശരീരം കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ആഗ്രഹം ആ പ്രായമായ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് ചില ആളുകളെ കുറിച്ച് നമ്മളൊക്കെ അങ്ങനെ പറയും. അത് വല്ലാത്തൊരു തൗഫീഖാണ്, അത് എല്ലാവർക്കും കിട്ടൂല. സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹ് നൽകുന്ന അവസരങ്ങളിൽ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുവാനും അതിനുള്ള ആരോഗ്യവും ആയുസ്സും കിട്ടുന്നതിനും വേണ്ടി നിരന്തരമായി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പിന്നെ പറഞ്ഞത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ അത് സമാധാനമത്രേ. വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണ്. എന്താ ഈ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മലക്കുകളുടെ കാരുണ്യമായി കൊണ്ടുള്ള ഇറങ്ങി വരവ്, അത് പ്രഭാതം വരെ ഉണ്ടാകുമെന്നാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെക്കാനുള്ള ഒരു തൗഫീഖ്, ഹിദായത്തിന്റെ വഴി നമുക്ക് കിട്ടി. അത് കിട്ടാൻ കാരണമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ഒരു മാസം, ആ മാസത്തിൽ ജീവിക്കാൻ ഒരിക്കൽ കൂടെ അവസരം കിട്ടുക എന്നുള്ളത് വലിയ തൗഫീഖ്. അതിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ആ രാത്രി ലൈലത്തുൽ ഖദ്റിൽ ഇങ്ങനെ കാരുണ്യവുമായിക്കൊണ്ട്, റഹ്മത്തുമായിക്കൊണ്ട്, ബർക്കത്തുമായിക്കൊണ്ട് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ദിക്റുകളും ദുആകളും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പശ്ചാത്താപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സമാധാനം എന്തുമാത്രമാണ്. ജീവിതത്തിൽ ഇന്ന് വരെ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടത്. കാരണം ഒരുപാട് റമദാനുകൾ നമുക്ക് കഴിഞ്ഞുപോയി. ഇനിയുള്ള നോമ്പും ദിവസങ്ങളും നമുക്ക് കിട്ടുമോ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാനോ തറാവീഹ് നമസ്കാരം നിർവഹിക്കുവാനോ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ പോലും ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യും. നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ ഉള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. ഹൃദയത്തെ തട്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. അത്
അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്ത് നൽകണേ, ഞാൻ നിന്നോട് സൗഖ്യം ചോദിക്കുകയാണ് നാഥ. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും വിശ്വാസി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹ് അത് കേൾക്കും. ആയുസ്സും ആരോഗ്യവും അതുണ്ടെങ്കിൽ ആരാധനാ കർമ്മങ്ങളിൽ ചൂടും ശുഷ്കാന്തിയും കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ദിവസം മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്ന് റഹ്മത്തുകൾ ഇങ്ങനെ പൊതിയും. എത്രത്തോളം? കമായ തനസ്സലൂന ഇൻദ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന്റെ സന്ദർഭത്തിൽ അവർ ഇറങ്ങും. വയുഹീതൂന ബിഹൽഖി ദിക്ർ, ദിക്റുകളൊക്കെ ഉരുവിട്ടുകൊണ്ട് ആളുകൾ ഇരിക്കുന്നിടത്ത് വരും. വയളഊന അജ്നിഹതഹും ലിത്വാലിബിൽ ഇൽമി, ഇൽമ അന്വേഷിച്ചുകൊണ്ട് പള്ളിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് അവർ കാരുണ്യത്തിന്റെ ചിറകുകൾ ഇങ്ങനെ വിരിച്ചു കൊടുക്കും. ഇതിൽ പരം വല്ല സമാധാനം പിന്നെന്താ ഉള്ളത്? അത് വലിയ സമാധാനമാണ്. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവോട് നിരന്തരമായി കൊണ്ട് ദുആ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സലാമുൻ ഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിമത്തുൻ മിൻ കുല്ലി ആഫത്തിൻ വശദ്ദിൻ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു. സലാമുൻ ഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിമത്തുൻ മിൻ കുല്ലി ആഫത്തിൻ വശദ്ദിൻ, അഥവാ ധാരാളമുള്ള രാത്രി ആയതിനാൽ അത് അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷിതമായി നമ്മളെ അത് സുരക്ഷിതമാക്കുന്നതാണ് എന്നാണ്. വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആ ലൈലത്തുൽ ഖദർ കിട്ടണം എന്ന് നമ്മൾ നന്നായി ആഗ്രഹിക്കണം. ഇനി ഈ ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും ഉണ്ടാവുമോ എന്നാണ് ചില ആളുകൾക്ക് സംശയമാണ്. അത് എല്ലാ വർഷവും ഉണ്ടാവും, അതിലൊരു സംശയമല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അത് എല്ലാ വർഷവും ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഖുർആൻ ഇറങ്ങി എന്ന് പറയുന്നിടത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പദപ്രയോഗം എന്താ? ഇന്ന അൻസൽന, അൻസല എന്നാ പ്രയോഗിച്ചത്. അത് രണ്ട് സ്ഥലത്തും അങ്ങനെ തന്നെയാണ് പ്രയോഗിച്ചത്. മാളി ആയിട്ടുള്ള ക്രിയൻ അത് കഴിഞ്ഞു. എന്നാൽ അതിലുള്ള ബർക്കത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ ആ കാര്യങ്ങൾ നടക്കുന്നിടത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദപ്രയോഗം എന്താ? തനസ്സലുൽ മലായിക, മുദാരിയായിട്ടുള്ള ക്രിയൻ, അഥവാ ഭാവിയിൽ നടക്കാനിരിക്കുന്ന ക്രിയ ആയിട്ടാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. തനസ്സലു, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, മലായിക, മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള പദപ്രയോഗമാണ്. അതുകൊണ്ട് അത് എല്ലാ വർഷവും സംഭവിക്കും എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു. ഇനി അത് എന്നാ പ്രതീക്ഷിക്കേണ്ടത്? അത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം? അതും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന 10 നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചോ? റമളാനിലെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിച്ചോ? ആ 10 മുഴുവനും നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് അതിൽ നിന്ന് കിട്ടുകയാണ്. ആ 10 മുഴുവൻ ദിവസങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത് നിങ്ങൾ അന്വേഷിക്കണം. റമളാന്റെ അവസാനത്തെ 10 നിങ്ങൾ അതിനെ അന്വേഷിക്കണം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദ്രി അൽ വിത്രിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചോ എന്നാണ്. 21-ാം രാവ് പ്രതീക്ഷിക്കാം, 23-ൽ പ്രതീക്ഷിക്കാം, 25-ൽ പ്രതീക്ഷിക്കാം, 27-ൽ പ്രതീക്ഷിക്കാം, 29-ലും പ്രതീക്ഷിക്കാം. എന്നാൽ ചില ആളുകൾ പറയും അത് 27-ൽ മാത്രമേ ഉള്ളൂ. അങ്ങനല്ല, 27-ലാവാം, പക്ഷെ 27-ൽ മാത്രമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകര് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് പള്ളികളിൽ ഇഅ്തികാഫിരിക്കാണ്ടുന്ന ആളുകളെ പാടത്തേക്കും പറമ്പിലേക്കും കൊണ്ടുപോവുക. ഈ എറണാകുളം ജില്ലയിലെ പള്ളികളിൽ ഇഅ്തികാഫിരിക്കേണ്ട ആളുകളെ ബസ്സിൽ കയറ്റി മലപ്പുറം ജില്ലയിലെ കോണോമ്പാറയിലുള്ള പാടത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അവിടെയുള്ള പ്രാർത്ഥനാ സദസ്സുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് തൗബയുടെ സദസ്സ് എന്നാ പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താ? അത് അതിനേക്കാൾ ഗുരുതരമാണ്. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് ആ സദസ്സിലിരുന്നു കൊണ്ട് അവിടെയുള്ള ആൾ നേതൃത്വം നൽകി പറയുന്നത് എന്താ? തങ്ങളെ കാണുന്നില്ല, തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ, തങ്ങളെ
ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങളെ. ഈ തങ്ങളെ എന്ന് വിളിക്കുന്നത് ആരെയാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചുകൊണ്ട് തേടുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എന്തൊരു വിരോധാഭാസ. പള്ളിയിൽ ഇരിക്കണം എന്ന് പറയുമ്പോൾ പാടത്ത് കൊണ്ടുപോകും. നിങ്ങൾ പുറത്ത് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അത് പറ്റൂല. അപ്പൊ ഈദ് നിസ്കാരം നമ്മൾ പുറത്ത് നിസ്കരിക്കുമ്പോൾ പറയും പറ്റൂല, പുറത്ത് നിസ്കരിക്കാൻ പാടില്ല, പള്ളി നിസ്കരിക്കണം. നേരെ വിപരീതമാണ്. പരിശുദ്ധ റമദാനിൽ പോലും ഈ വിഷയത്തിൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളായിട്ടുള്ള ആളുകളെ എത്രയോ ദിക്കുകളിൽ നിന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ക്ഷീണം അനുഭവിച്ച് പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ മലപ്പുറത്തേക്ക് ബസ് കയറുന്ന ആളുകൾ, അവർക്കറിയില്ല ഇത്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്ന ആളുകൾ ആരാണ് എന്നും അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്ത് വിട പറയുമ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. പരിശുദ്ധ റമദാനിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ 27 രാവിലെ എന്ന് പ്രത്യേകം റസൂലുള്ള അങ്ങനെ ആ രാത്രിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റയിട്ട രാവുകളിൽ എപ്പോഴും ആകാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒറ്റയിട്ട രാവുകൾ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 എങ്ങനെയാണ് ഈ ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കേണ്ടത്, അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അവസാന 10 അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ അരയും തലയും മുറുക്കിയെടുത്ത് ആരാധനാക്രമങ്ങൾക്ക് വേണ്ടി സജ്ജനാവുകയാണ്. അത് പ്രവാചകൻ മാത്രമല്ല, തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തുന്നതാണ്. നമ്മളൊക്കെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്, വാപ്പ അങ്ങനെ പള്ളിയിൽ എത്തിക്കാപ്പിരിക്കും, തറാവി നമസ്കരിക്കാൻ വേണ്ടി വരും, മോനുണ്ടാവും വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ അർഷദ് ഇക്കമി സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, വാപ്പ ഇങ്ങനെ സ്വർഗത്തേക്കുള്ള പോകാനുള്ള പണി ഇങ്ങനെ. ഉമ്മയുണ്ടാവും, വാപ്പയും ആ ബൈക്കുമ്മ കയറിന് പോരും, അവർ തറാവി നിസ്കരിക്കുന്നു, ആരാധനാകർമ്മങ്ങളിലെല്ലാം പ്രത്യേക ശ്രദ്ധയും കാര്യങ്ങളൊക്കെ. വീട്ടിൽ മക്കൾ അങ്ങനെ അതിൻ്റെതായ വഴിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങള്, നമുക്ക് എന്ത് സ്നേഹമാ നമ്മുടെ മക്കളോടുള്ളത്. ആ മക്കൾക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ പ്രയാസം വരുമ്പോൾ വേദനിക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കുന്നുണ്ടോ? എൻ്റെ മോനും മോളും ഒക്കെ ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനമായി കൊണ്ടുപോകുമ്പോൾ എൻ്റെ മോനും മോളും വീട്ടിലിരുന്നു കൊണ്ട് ഹറാം അവർ കാണുന്നു, ഹറാമായ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നു, അവർ നരകത്തിലേക്കുള്ള വഴിയിലാ. ആരെങ്കിലും ചിന്തിക്കും എൻ്റെ മോനെ നരകത്തേക്ക് വലിച്ചെറിയാൻ? ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമോ? ഇല്ലല്ലോ. സഹോദരങ്ങളെ, അതുകൊണ്ട് കുടുംബത്തെ നമ്മൾ വിളിച്ചുണർത്തണം. കുടുംബസമേതമായിരിക്കണം ആരാധനാ കർമ്മങ്ങളിൽ. പ്രവാചകൻ അങ്ങനെയായിരുന്നു ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ്. 2-3 രീതിയിൽ നമുക്കതിനെ സ്വീകരിക്കാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനത്തെ 10 പൂർണ്ണമായി പള്ളിയിലിരിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാ ജോലികൾ വരെ മാറ്റിവെച്ച്, നമ്മളെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പോലും അങ്ങനെ ഉണ്ട്. കടകളൊക്കെ പൂട്ടി അവസാനത്തെ 10 പള്ളിയിലിരിക്കാൻ, ഭക്ഷണം പോലും പള്ളിയിലേക്ക് കൊടുന്നു കൊടുക്കും. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. എന്തിനത്? മരിച്ചു പോകണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാ. പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ ഖബറിൽ നമ്മൾ ഇവിടെ ചെയ്ത സൽപ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ 10 ദിവസം പള്ളിയിൽ അങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന് ഖുർആൻ പാരായണവും ദിക്റുകളും ഖിയാമുൽ ലൈലുകളുമായി കൊണ്ട് അങ്ങനെ കഴിച്ചുകൂടുന്ന ധാരാളം ആളുകൾ, അങ്ങനെ അതിനെ സ്വീകരിക്കുന്ന ആളുകൾ. ഇനി ഒറ്റയിട്ട രാത്രികളിൽ മാത്രം അതിനെ പ്രതീക്ഷിക്കുന്ന ആളുണ്ട്, അവർക്കും കിട്ടും അതിൻ്റെ പ്രതിഫലം, ഒരു സംശയവുമില്ല. അതിൽ തന്നെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾ പല രീതികളിലാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? ഒറ്റയിട്ട രാവുകളിൽ കടന്നുറങ്ങാതെ ആരാധനാകർമ്മങ്ങളിൽ നിരന്തരായിക്കൊണ്ട് മുന്നോട്ട് പോകും. അത് ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതിയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരു രാത്രി ഉറങ്ങാതെ ആരാധനാകർമ്മങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി. ഇശാംസ്കാരത്തിന് ശേഷം അങ്ങനെ ഇരുന്ന് തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആരാധനകളുമായി കൊണ്ട് ദിക്റും ഖുർആൻ പാരായണവും തൗബയും പശ്ചാത്താപമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് ആ ദിവസം അങ്ങനെ അവസാനിപ്പിക്കുന്ന അത് ഏറ്റവും അഫ്ളലായ രീതിയാണെന്നാണ്. എന്നാൽ എല്ലാവർക്കും അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല.
വേറെ ചില ആളുകൾ എന്ത് ചെയ്യും, കുറച്ച് പിന്നെ ഇശാ കഴിഞ്ഞ് തറാവി നമസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഖുർആൻ ഓതി പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങും. കിടന്നുറങ്ങൽ തെറ്റൊന്നുമല്ല, അത് ഹറാമായ കാര്യമല്ല. കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ ആ സുബഹിന്റെ നേരത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീക്കണം, എന്നിട്ട് ഖിയാമുല്ലൈൽ നിസ്കരിക്കണം, അള്ളാഹുവിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രതിഫലമുണ്ട് അവർക്കുമുണ്ട് പ്രതിഫലം. ഇനി അതിനൊന്നും സാധിക്കാത്ത വേറെ ചില ആളുകൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യും, ഇശാനസ്കാരത്തിന് ശേഷം അവർ പിന്നെ തറാവി നമസ്കാരമൊക്കെ നിർവഹിച്ച് അവരെന്ത് ചെയ്യും, ആരാധനാക്രമങ്ങളുമായിക്കൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് കുറേ കഴിയുമ്പോൾ അവരെണീക്കും. സുബൈക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റ് പിന്നെ അവർക്ക് രാത്രിയിൽ കുറച്ചും കൂടെ നിസ്കരിച്ച് പ്രാർത്ഥനയുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഇവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലമുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നും കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ, കുറേ ആളുകൾ അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ദിവസങ്ങളിൽ തിന്മ ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്നാലോചിച്ച് നോക്കുങ്ങള്, ആ ദിവസങ്ങളിൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ശിക്ഷയായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുക? എല്ലാം അറിഞ്ഞിട്ടും അത് ചെയ്യാൻ, തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ. ഇന്നിപ്പോൾ നമ്മൾ തിന്മ ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ തിന്മകളിലേക്ക് നമ്മളെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കാൻ. അത് റമദാൻ എന്നോ അതിൻ്റെ രാവെന്നോ പകലെന്നോ ലൈലത്തുൽ ഖദറെന്നോ ഒന്നും വ്യത്യാസമല്ല. ഒരുപക്ഷെ നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടായിരിക്കും മൊബൈൽ എടുക്കുന്നത്, പക്ഷെ ഖുർആനോത്ത് മാത്രം നടക്കൂല, ബാക്കിയെല്ലാം നടക്കും. ഇതാണ് അവസ്ഥ. തിന്മയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. മഹാനായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു, തദാക്കർനാ ലൈലത്തുൽ ഖദ്രി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അയ്യുക്കും യദ്കുറു ഹീന തഅൽ ഖമരി വഹു മിത്ലു ശിഖ് ജഫ്നത്തിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ പ്രവാചകന്റെ സന്നിധിയിൽ ഇങ്ങനെ ലൈലത്തുൽ ഖദറിനെ അനുസ്മരിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചന്ദ്രൻ ഉദിക്കുമ്പോൾ അത് ഒരു കിണ്ണത്തിൻ്റെ പകുതി പോലെയാകുന്ന നിങ്ങളിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പം അതിൻ്റെ ചെറിയ അടയാളങ്ങൾ പറയാണ് റസൂലുള്ളാഹ്. ഒരു ചന്ദ്രൻ ഉദിക്കുമ്പോൾ അതൊരു കിണ്ണത്തിൻ്റെ പകുതി പോലെയാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു പക്ഷേ അതാവാം എന്നൊരു അടയാളം അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് പരിശുദ്ധ റമളാനിൽ അവസാനത്തെ പത്തിൽ കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ നമ്മൾ മുഴുകേണ്ടതുണ്ട്. റസൂലുള്ളാഹിന്റെ ചര്യ ഇജ്തഹദ എന്നാ പ്രയോഗിച്ചത് തന്നെ. റസൂലുള്ളാഹിന്റെ ചര്യ കൊണ്ട് യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അല്ലാഹുവിന്റെ റസൂല് അവസാനത്തെ പത്തില് കഠിന പരിശ്രമം ചെയ്യുന്നത് പോലെ മറ്റൊരു സമയത്തും അങ്ങനെ കഠിന പരിശ്രമം ചെയ്തിട്ടില്ല. ജിഹാദ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ പദപ്രയോഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കഠിന പരിശ്രമം ആരാ ചെയ്യണത്? ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറങ്ങാതെ ആരാധനാ കർമ്മങ്ങളിൽ നിരതനാവുകയാണ്. കുടുംബ ജീവിതത്തിൽ നിന്ന് പോലും മാറി നിന്നുകൊണ്ട് വെറും ഇബാദത്തുകളിൽ മുഴുകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ തൊട്ട് മുമ്പത്തെ റമളാനിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ 20 ദിവസമായിരുന്നു എന്നാണ്. അത്ര കണിശത പുലർത്തിയ ആ പ്രവാചകന്റെ അനുചരന്മാരായ അനുയായികളായ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടത്, ഇത്രയും ആയുസ്സിനിടയിൽ എത്ര എഴുത്തിക്കാഫ് നമ്മൾ ഇരുന്നു. പള്ളികളിൽ സൗകര്യമില്ലാഞ്ഞിട്ടല്ലോ, ഇന്ന് അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ എയർ കണ്ടീഷൻ ചെയ്ത പള്ളികളാണ് മിക്ക പള്ളികളും. അവിടെ പോയിരുന്ന നമുക്കൊരു ക്ഷീണം പോലുമില്ല. പ്രവാചകൻ ഇരുന്ന പള്ളി എന്താ? മണൽ വിരിച്ച പള്ളി. ചൂടാണെങ്കിൽ ചൂട് അനുഭവിക്കണം, തണുപ്പാണെങ്കിൽ തണുപ്പ് അനുഭവിക്കണം. സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ പോലുമില്ല. നമ്മൾ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ
എല്ലാ റമദാനിലും സുഭിക്ഷമായി നോമ്പ് തുറക്കുന്നു, അത്താഴത്തിൽ എണീക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് പള്ളിയിലേക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, പള്ളിയിൽ കയറിയാൽ യാതൊരു തരത്തിലുള്ള ചൂടും അനുഭവിക്കാതെ എയർ കണ്ടീഷനുള്ള ആ പള്ളിയിൽ കയറി സുഖസുന്ദരമായിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്നു. എന്നിട്ടും നമുക്ക് ആലസ്യം പിടിപെടുന്നു എങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കണം. നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹുവിനോട്, അല്ലാഹുവേ നേരായ മാർഗത്തിൽ ഞങ്ങൾ നീ നയിക്കണമേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആരാ അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അമ്പിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ അല്ലാഹുവേ ഞങ്ങൾ നീ ചേർക്കണേ എന്ന് നിരന്തരം ദുആ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. നമ്മളൊന്നും ചെയ്യണമില്ല, എന്നിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ അനുഗ്രഹം കിട്ടിയ ആളുകളെക്കാൾ ഈ വർഷം നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഈ പരിസരത്തുള്ള ആളുകൾക്ക് ഈ ഭവനത്തിൽ വന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുവാനും ഇബാദാത്തുകളിൽ മുഴുകുവാനുമുള്ള സുവർണമായ അവസരം. ചോദ്യം ഉണ്ടാവും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ. തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിട്ട് ആ പള്ളിയിൽ പോയി നമസ്കരിച്ചോ? അള്ളാഹിന്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവും. ഏത് അനുഗ്രഹത്തെക്കുറിച്ചും ചോദ്യം ഉണ്ടാവും. ആലോചിച്ചുങ്ങള്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ രാത്രി കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോയപ്പോണ്ട് ഇരുട്ടത്ത് വേറൊരാളിങ്ങനെ നിൽക്കുന്നു. ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുറച്ചുകൂടിയാണ് മുന്നോട്ട് പോയപ്പോണ്ട് വേറൊരാളെ. അതാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ ഉമറെ, എന്താ അബൂബക്കറെ നിങ്ങൾ പുറത്തിറങ്ങിയത് എന്ന് ചോദിച്ചപ്പോ വിശന്നിട്ടാണ്, വിശപ്പാണ്. എല്ലാവരും ഒരൊറ്റ കാര്യത്തിനാ പുറത്തിറങ്ങിയത്. അവരെ 3 പേരെയും ഒരു സഹാബി കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. വിശന്നിട്ട് കഴിച്ച ആ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ 2 പേരെയും ഓർമ്മപ്പെടുത്താൻ, ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. അബൂബക്കറെ, ഉമറെ, നമ്മളൊക്കെ എത്ര അനുഗ്രഹങ്ങളാ, എത്ര കണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അവസരങ്ങളുമുണ്ട്, സാഹചര്യങ്ങളുമുണ്ട് നന്മകൾ ചെയ്യാൻ. പക്ഷേ പലപ്പോഴും നമ്മിൽ പല ആളുകളും ആലസ്യത്തിൽ അകപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് വിട പറയുമ്പോൾ ഒന്നും നേടാത്തവരായിക്കൊണ്ട്, ഹതഭാഗ്യവാന്മാരായിക്കൊണ്ട് മരിച്ചു പോകുന്ന സ്ത്രീവിശേഷമാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതില്ലാതിരിക്കാൻ നമ്മൾ നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും എത്രയോ ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തയുമില്ലാതെ കിടക്കുന്ന ആളുകളുണ്ടാവും, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാവും. അള്ളാഹിന്റെ അപാരമായ തൗഫീഖോട് നമുക്ക് ഈ ചിന്താഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതുകൊണ്ട് അവിടെ ഇരിക്കാൻ സാധിച്ചത്. ഇതെപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. എത്രയോ ആളുകളുണ്ടല്ലോ അങ്ങനെ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ പോലും കാഫിറായി മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. ഒന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ഇത് നിലനിർത്താൻ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് നീ വിട്ടുവീഴ്ച നൽകണേ എന്ന ആശയം വരുന്ന പ്രാർത്ഥന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളും ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട് അപാകതകൾ. അതെല്ലാം നമുക്ക് പുറത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവസാനത്തെ പത്തിൽ ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ നിരന്തരം ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കാണാതെ പഠിച്ച് എപ്പോഴും നമ്മൾ അതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതൊക്കെയാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും
ബോധ്യമുണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കാരണം എപ്പോഴും മരണം പിടികൂടാൻ നമ്മളെ. ഏത് സമയത്ത് നമ്മൾ മരിക്കും. മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ കഴിയണം. ഒരുപാട് അവസരം കിട്ടി, ഒന്നും മുതലാക്കാൻ കഴിയാത്ത ആളുകൾ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നൽകി. ആ സാഹചര്യങ്ങളെല്ലാം അവഗണിച്ചു കളഞ്ഞു. ആരോഗ്യമുള്ള സമയത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കും, ഹയ്യാല സ്വലാ, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്ന വിളി നിരന്തരമായി കേട്ടിരുന്ന ആളുകളാണ്. പക്ഷേ അന്നൊന്നും ആ വിളിക്കുത്തരം നൽകാത്ത ആളുകൾ കാലിന് ബലക്ഷയം സംഭവിക്കുമ്പോൾ, ശരീരത്തിന് രോഗം ബാധിക്കുമ്പോൾ, വീടിന്റെ ബെഡിൽ കടന്നുകൊണ്ട് ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, അല്ലാഹുവേ ഒന്ന് ഈ ബെഡിൽ നിന്ന് എണീക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സമീപത്തുള്ള ആ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നതാ. പക്ഷെ എന്ത് കാര്യം ഉണ്ടാവും? ആരോഗ്യം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് ആരോഗ്യവും ആയുസ്സുമൊന്നും ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്നതല്ല. എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നന്മയിൽ നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കണം. അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. മഹാനായിട്ടുള്ള 2 സ്വഹാബാക്കൾ, ഹൈതം റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ മോനും. ഹൈതം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ മുറ്റത്തിരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, മോനുമായി ഇങ്ങനെ സംസാരിക്കുക. ആ സംസാരിക്കുന്നതിനിടയിൽ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ ഹൈതം റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സാദ്, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ മോൻ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് എന്താണെന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞു. ആ സമയത്ത് മോൻ വാപ്പാൻ്റെ നിർദ്ദേശം കേട്ട ഉടനെ തന്നെ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ വാപ്പ മുറ്റത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ വാപ്പാനെ ശ്രദ്ധിക്കാതെ വീടിൻ്റെ അകത്തേക്ക് കടന്നു ചെന്ന് പൊട്ടിയ വാളുമായി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വാപ്പ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടതായിരുന്നല്ലേ, എന്താണ് വിഷയം എന്ന് എന്നോട് പറയാതെ എൻ്റെ മോൻ എങ്ങോട്ടാ ഈ വാളും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കിടുന്നത്? ആ മോൻ പറഞ്ഞു, പാപ്പ, മുസ്ലിമീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്ന ശബ്ദമാണ് കേട്ടത്. എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്. ഞാൻ ആ യുദ്ധത്തിന് വേണ്ടി പോവാണ്. അപ്പം മോൻ്റെ കൈക്ക് പിടിച്ചിട്ട് വാപ്പ പറഞ്ഞു, മോനെ സായദേ, നിനക്ക് ഇനിയും അവസരങ്ങളുണ്ട്. നീ യുവാവാണ്, അവസരങ്ങൾ നിനക്ക് ഇനിയും ഉണ്ടാവും. ഈ വാപ്പാക്ക് ഷഹീദാകാനുള്ള ഒരു അവസരമല്ല, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, എനിക്ക് ഇനി അവസരമല്ല, ഇനി ഞാൻ പോയിക്കോളാം, നീ ഇവിടെ നിൽക്കുന്ന. അവസാനം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ പോയിക്കോളാം എന്ന് ഒരാൾ പറയും, അപ്പോൾ വാപ്പ സമ്മതിക്കൂല, മകൻ സമ്മതിക്കൂല. അവസാനം രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി, എങ്കിൽ നമുക്ക് നറുക്കിടാം. നറുക്കിടുകയാണ്. ഏത് വിഷയത്തിലറിയോ? ഷഹീദാകുന്ന വിഷയത്തിലാണ് നറുക്കിടുന്നത്. അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു കാര്യത്തിലാണ് നറുക്കിടുന്നത്. നറുക്കിട്ടു. നറുക്ക് വീണതാർക്കറിയോ? മോനാണ് നറുക്ക് വീണത്. ആ പിതാവ്, വയോവൃദ്ധനായിട്ടുള്ള പിതാവ്, തൻ്റെ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിയിലിങ്ങനെ ചുംബിച്ചുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, എൻ്റെ മോനെ നീ ഷഹീദാവാതെ തിരിച്ചുവിടല്ലേ, ദുആ ചെയ്യാൻ, സ്വർഗം കൊടുക്കണേ എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന വയോവൃദ്ധനായിട്ടുള്ള ഹൈതം റളിയല്ലാഹുവിന്റെ ചരിത്രം ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനത്തെ അങ്ങനെ തന്നെ നെഞ്ചിലേറ്റിയിട്ടുള്ള മഹാരഥന്മാരായ സ്വഹാബത്ത് ജീവിച്ചു മരിച്ചുപോയി. അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നൽകിയ അവസരങ്ങളെ കൃത്യമായി കൊണ്ട് പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളെയും അല്ലാഹുവേ ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാതെ അതിൻ്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓരോ പ്രവർത്തനവുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്
ഈ കിട്ടിയിടത്തോളം അവസരങ്ങൾ ഒരുപക്ഷെ കിട്ടിക്കോണമെന്നില്ല എന്ന ചിന്താഗതിയോടുകൂടെ ആരാധനാകർമ്മങ്ങളിൽ മുഴുകി അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ ഇന്ന് വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് റബ്ബേ. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ പരിപൂർണമായിട്ടുള്ള ശിഫ നൽകണമേ റഹ്മാനെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉരുവിട്ടുകൊണ്ട് ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങൾ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പാരായണം, തറാവീഹ് നമസ്കാരം, ജമാഅത്ത് നമസ്കാരങ്ങൾ, സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ എല്ലാം ഞങ്ങൾ ഇന്ന് കബൂൽ ചെയ്ത് നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹുവേ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.